ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര സൂര്യാന്തിപ്പൂക്കളുടെ നാട്ടിലേക്കാണ്. അതായത് കർണാടകയിലെ മനോഹരമായ ഗുണ്ടൽപേട്ടയിലേക്കാണ്. സൂര്യാന്തിപ്പൂക്കളും ചെണ്ടുമല്ലിപ്പൂക്കളും നിറഞ്ഞ വയലുകളും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളുമൊക്കെയായി പ്രശസ്തമായ ഈ സ്ഥലത്തിൻ്റെ ഭംഗി നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ 4 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ മുത്തങ്ങ വനത്തിലൂടെയും ബന്ദിപ്പൂർ വനത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് കാട്ടുമൃഗങ്ങളൊക്കെ കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഒരു യാത്ര. അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ബന്ദിപ്പൂർ വനമേഖല കഴിഞ്ഞ് അല്പം മുന്നോട്ട് ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ സൂര്യാന്തിപ്പാടങ്ങളും ചെണ്ടുമല്ലിപ്പാടങ്ങളും ഒക്കെ കണ്ടു തുടങ്ങും. പിന്നെ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് കണ്ണെത്താ ദൂരത്തോളം പൂക്കൾ നിറഞ്ഞ പാടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. എങ്ങോട്ട് നോക്കിയാലും പൂക്കളും വയലുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ തന്നെ. നമുക്ക് ഇവിടെ കാണുന്ന സൂര്യാന്തിപ്പാടത്തും ചെണ്ടുമല്ലിപ്പാടത്തും ഒക്കെ കടന്നു ചെന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും കേട്ടോ. ഒരാൾക്ക് 20 രൂപ 30 രൂപയൊക്കെ നിരക്കിലാണ് ഇവിടെയുള്ള കർഷകർ ഈടാക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് നമുക്കിതുപോലെ കയറി ചെന്ന് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കാണുന്ന പാടത്ത് കയറി ചെന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കാതെ കൂടുതൽ ഭംഗിയും വലുപ്പമുള്ള പാടത്തൊക്കെ ചെന്ന് ഫോട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ മികച്ച ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ജൂലൈ മാസത്തിൽ തന്നെ പോകാൻ ശ്രമിക്കുക. മിക്കവാറും ആളുകൾ ഓണം വെക്കേഷനൊക്കെ ആയിരിക്കും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ജൂലൈ കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ സൂര്യാന്തി ഉണ്ടാവൂ. മറ്റു പൂക്കളൊക്കെ ഉണ്ടാവും, എന്നാലും സൂര്യാന്തി പാടങ്ങളാണ് ഏറ്റവും ആകർഷകമായ കാഴ്ച. മാരിഗോൾഡ് അഥവാ മലയാളത്തിൽ ചെണ്ടുമല്ലി, മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളും പിന്നെ വാടാർ മല്ലിപ്പൂക്കളും സൂര്യകാന്തിയും ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പൂക്കൾ. സൂര്യാന്തി പൂക്കൾ പ്രധാനമായിട്ടും സൺഫ്ലവർ ഓയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. പൈസ വാങ്ങിയിട്ട് പാടത്തേക്ക് കടക്കുവാനും ഫോട്ടോ എടുക്കുവാനൊക്കെ സമ്മതിക്കുന്നത് കർഷകർ അവരുടെ ഒരു അധിക വരുമാനം മാത്രമാണ്. ചെണ്ടുമല്ലിപ്പൂക്കൾ പ്രധാനമായും ഉത്സവങ്ങൾക്കും പൂജകൾക്കും പിന്നെ ഓണവിപണിയിലേക്കും മറ്റും വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ പ്രകൃതിദത്തമായ ഓറഞ്ച് നിറം നിർമ്മിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെ വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് സൂര്യാന്തിപ്പാടങ്ങളും ചെണ്ടുമല്ലിപ്പാടങ്ങളും ഒക്കെ കണ്ട് മടങ്ങിപ്പോകാൻ സാധിക്കും. കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ വയനാട്, സുൽത്താൻ ബത്തേരി, മുത്തങ്ങ, ബന്ദിപ്പൂർ വഴി ഇങ്ങോട്ടേക്ക് വരാം. കോഴിക്കോട് നിന്നാണെങ്കിൽ താമരശ്ശേരി ചുരം വഴിയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ മൈസൂരിൽ നിന്നും വെറും 60 കിലോമീറ്റർ താഴെ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. ഇവിടെ വരുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെയുള്ള ഗ്രാമക്കാഴ്ചകൾ. നിങ്ങൾ അല്പം ഉൾഗ്രാമങ്ങളിലേക്ക് കയറി ചെന്നാൽ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഗോപാൽസ്വാമി പേട്ട പോകുന്ന ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ സൂര്യാന്തി പാടങ്ങളുള്ളത്. അതുമാത്രമല്ല, സമയമുണ്ടെങ്കിൽ നമുക്ക് വനത്തിനുള്ളിലുള്ള ഗോപാൽസ്വാമി ക്ഷേത്രവും സന്ദർശിച്ച് മടങ്ങാവുന്നതാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.